വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ പാതാരവിന്ദങ്ങൾ ശ്രീരാമൻ മെല്ലെ പാറമേൽ വെച്ചു. രാമോഹം എന്നു പറഞ്ഞുകൊണ്ട് അഹല്യയെ വണങ്ങി. ശ്രീരാമദേവനെ കാണാൻ കഴിഞ്ഞ അഹല്യയുടെ സന്തോഷം പറയാവുന്നതല്ല. താപസശ്രേഷ്ഠനായ വിശ്വാമിത്രനോടും സഹോദരനോടും ഒപ്പം ദുഃഖനാശകനായ ശ്രീരാമൻ ചാമബാണങ്ങളോടും മഞ്ഞവസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസ്സോടും പുഞ്ചിരി തൂകുന്ന മുഖത്തോടും മനോഹരമായ കണ്ണുകളോടും ഇന്ദ്രനീല കല്ലുപോലെയുള്ള ശരീരത്തോടും ദേവഗണങ്ങളാൽ വന്ദിക്കപ്പെട്ട പാദങ്ങളോടും 10 ദിക്കിലും നിറഞ്ഞ ശോഭയോടും കൂടി നിൽക്കുന്നത് അഹല്യയ്ക്ക് കാണാൻ കഴിഞ്ഞു. തൻ്റെ പതിയായ ഗൗതമമുനി പണ്ടു പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. ഇത് തീർച്ചയായും സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഭക്തിയോടെ പൂജിച്ചു. സന്താപം തീർന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകുന്ന നേത്രങ്ങളോടെ ദണ്ഡനമസ്കാരം ചെയ്തു. മനസ്സിൽ വർദ്ധിച്ച ഭക്തിയോടെ കൈകൂപ്പി തൊഴുതുകൊണ്ട് കോൾമയിർ കൊണ്ട ശരീരത്തോടും ഗദ്ഗത കണ്ടത്തോടും കൂടി പെട്ടെന്നുണ്ടായ ആനന്ദത്തിൽ മുങ്ങി അദ്വൈനായ പരംപുരുഷനെ അഹല്യ സ്തുതിച്ചു തുടങ്ങി. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു. ഭവൽ പ്രസാദാതിരേകത്താലതിന്നെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ, ന്യൂനാതിരേകശൂന്യനജനല്ലോ ഭവാൻ. തുൽപാദാംബുജപാംസു പവിത്രഭാഗീരഥി, സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോൾ, പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ. തൽക്കുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു, മർത്യനായവതരിച്ചോരു പൂരുഷം ദേവം. ചിത്തമോഹനം രമണീയദേഹിനം രാമം, ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം. തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം, നിത്യമവ്വയം ഭജിച്ചിടുന്നേനിനി നിത്യം. ഭക്തിയൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായിന്നിതു വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ, ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും, ഭാരതീരമണനും ഭാരതീദേവി താനും, ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം, കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയൻ ഏകനവ്യക്തനനാകുലൻ, വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവു പരൻ, പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവലം സ്വയം ജ്യോതി, സകലചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു, ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണാനന്ദനാത്മാരാമനതന്ത്രൻ, നിജമായ ഗുണബിംബിതനായി ജഗതുൽഭവസ്ഥിതി സംഹാരാദികൾ
ചെയ്വാനകണ്ഠൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസീ വസിക്കണം രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാർ ദിവ്യന്മാരാലനുധ്യേയം മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലിശമത്സ്യാങ്കിതം മന്മനോനികേതനാം കൽമഷവിനാശനം നിർമ്മലാത്മനാം പരമാസ്പദേ നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാമാദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചകോഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണ കർത്തൃബലസാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതോ സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ തൊന്മായ വിമോഹിത ചേതസാമജ്ഞാനിനാം തൊന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നിതോ നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായി എത്രയും മൂഢാത്മാവായി അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാഭി വസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളീരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാകവേണമൊന്നൊഴിഞ്ഞ പരം ഞാനർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ
സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്യ ജഗൽപദേ ജനനമരണദുഃഖാപഹം ജഗന്നാഥം ദിനനായകകോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുധൃതശരചാപം കരുണാകരം കാളജലതഭാസം രാമം ജനകരുചിരദിവ്യാംബരം രമാവരം കനകോജ്വലരത്നകുണ്ടലാഞ്ചിതഖണ്ഡം കമലദളലോലവിമലവിലോചനം കമലോദ്ഭവനദം മനസാ രാമമീഡേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയ പോയിതു പവിത്രമായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചിടിനാളഹല്യയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ടി സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവുമേറ്റമുണ്ടാം ഗുരുതൽപകൻ കനകസ്തേയി സുരാപായി ധരണി സുരഹന്ത പിതൃമാതൃഹാഭോഗി പുരുഷാദമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനെന്നായിടിൽ പറയേണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ഇനി അർത്ഥം പറയാം. ജഗത്പദേ, അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥയായി. ബ്രഹ്മമഹേശ്വരന്മാർ പോലും കൊതിക്കുന്ന അങ്ങയുടെ പാദകമലങ്ങളുടെ സ്പർശം എനിക്ക് ലഭിച്ചുവല്ലോ. യുഗങ്ങളോളം അങ്ങയെ ആരാധിച്ചാലും അങ്ങയുടെ കാരുണ്യമില്ലാതെ അത് ലഭിക്കുവാൻ ഭാഗ്യമുണ്ടാകുമോ? ജഗത്പദേ, അങ്ങയുടെ പ്രവൃത്തികൾ വിചിത്രം തന്നെ. അങ്ങ് മനുഷ്യരൂപം ധരിച്ച് എല്ലാവരെയും മോഹിപ്പിക്കുന്നുവല്ലോ. ആനന്ദമയനും മായാതീതനുമായ അങ്ങയ്ക്ക് ന്യൂനതയോ ആധിക്യമോ ഇല്ല. അങ്ങയുടെ പാദരേണുക്കൾ കൊണ്ട് പവിത്രയായ ഗംഗാദേവി ബ്രഹ്മമഹേശ്വരന്മാരെ കൂടി പവിത്രരാക്കുന്നു. ഇപ്പോൾ എനിക്കും അങ്ങയുടെ പാദസ്പർശം സിദ്ധിച്ചുവല്ലോ. അങ്ങയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് ഞാൻ എന്തു പുണ്യം ചെയ്തിട്ടാണ്? മാനുഷവേഷം ധരിച്ച മനോമോഹനും ശുദ്ധനും അത്ഭുതവീരനും സത്യസന്ധനുമായ നിന്നെ ഭക്തിപൂർവം ഞാൻ ഭജിക്കുന്നു. നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ ഭജിക്കുകയില്ല. വേദങ്ങൾ ആരുടെ പാദാംബുജങ്ങളെയാണോ ആരായുന്നത്? ബ്രഹ്മാവ് ഏതൊരു നാഭിയിൽ നിന്നാണോ ഉണ്ടായത്, ഏതൊരു നാമത്തെയാണോ മഹേശ്വരൻ ജപിക്കുന്നത്, ആ സ്വാമിയെ ഞാൻ മനസ്സിൽ നിത്യവും വണങ്ങുന്നു. നാരദമുനിയും ശിവനും ബ്രഹ്മദേവനും സരസ്വതിയും ബ്രഹ്മലോകത്തിൽ നിന്ന് തുടർച്ചയായി കീർത്തിക്കുന്ന രാമചരിതം പാപഹരമാണ്. കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുന്നതിനായി ശ്രീരാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നു. അങ്ങ് പരംപുരുഷനും അദ്വൈനും ഏകനും അവ്യക്തനും വേദാന്തവേദ്യനും പരാപരനും പരബ്രഹ്മാഖ്യനും പരമാനന്ദമൂർത്തിയുമാണ്. സകല ചരാചരങ്ങൾക്കും ഗുരുവും കാരുണ്യമൂർത്തിയും ഭൂമിയിൽ ഐശ്വര്യം വരുത്തുന്നതിനായി മനുഷ്യരൂപം ധരിച്ചവനുമായ അങ്ങയെ ഞാൻ നിത്യവും ഭജിക്കുന്നു. സ്വതന്ത്രനായി, ആനന്ദമയനായി, പരിപൂർണനായി, ആത്മാരാമനായി, ഉത്സാഹശീലനായി ലോകത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ പേരുകൾ സ്വീകരിച്ച് വ്യത്യസ്ത രൂപങ്ങൾ പൂണ്ടവനായി നിർഗുണമൂർത്തിയായ അങ്ങ് എൻ്റെ ഉള്ളത്തിൽ വിളങ്ങണം. ശ്രീരാമ, ഞാൻ അങ്ങയുടെ പാദതാരിണകളെ വന്ദിക്കുന്നു. ഐശ്വര്യമേറിയതും ലക്ഷ്മീദേവി ആരാധിക്കുന്നതും മാനഹീനന്മാരായ ദിവ്യന്മാരാൽ അനുദ്ധ്യേയം ചെയ്യപ്പെടുന്നതും ബ്രഹ്മാവിൻ്റെ കരങ്ങളാൽ കഴുകപ്പെട്ടതും നിർമ്മലവും ശംഖ്, ചക്രം, വജ്രം, മത്സ്യം എന്നിവയുടെ ആകൃതിയിൽ രേഖകളുള്ളതും പാപങ്ങളെ നശിപ്പിക്കുന്നതും നിർമ്മലാത്മാക്കൾക്ക് പരമലക്ഷ്യവുമായിട്ടുള്ള അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ വന്ദിക്കുന്നു.
ഈ ലോകത്തിന് ആധാരം അങ്ങാണ്. ഈ പ്രപഞ്ചവും അങ്ങുതന്നെയാണ്. ഈ ജഗത്തിൽ ആദ്യം ജനിച്ചതും അങ്ങുതന്നെ. സർവഭൂതങ്ങളിലും ആസക്തനായ അങ്ങ് നിർവികാരനും ജന്മരഹിതനും നിഷ്കളങ്കനും രൂപഭേദമുണ്ടാകാത്തവനുമാണ്. ജഗന്മയനായ അങ്ങ് വാച്യം വാചകം എന്നീ 2 ഭേദങ്ങളോടെ എൻ്റെ വാക്കുകൾക്ക് വിഷയമായി തീരണം. മായ കൊണ്ടാണ് കാര്യം, കാരണം, കർത്താവ്, ബലം, സാധനം എന്നീ ഭേദങ്ങൾ പലവിധ രൂപത്തിൽ തോന്നിക്കുന്നത്. കേവലനാണ് അവിടുന്ന് എന്നുള്ള കാര്യം അങ്ങയുടെ സേവകന്മാർക്ക് പോലും അറിയുവാൻ കഴിയുന്നില്ല. എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന അങ്ങയെ അജ്ഞാനികൾ മാനുഷനെന്ന് കൽപ്പിച്ചിടുന്നു. ശുദ്ധനും അദ്വൈനും സമനും നിത്യനും നിർമ്മലനും ബുദ്ധനും അവ്യക്തനും നിരാകാരനും നിസ്സംഗനുമാണ് അങ്ങ്. സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടിയ ഭവാൻ സകല സത്വങ്ങളിലും വിളങ്ങുന്ന ജീവാത്മാവാണ്. ഭക്തന്മാർക്ക് മുക്തിയും യുക്തന്മാർക്ക് യോഗവും സക്തന്മാർക്ക് ഭോഗവും സിദ്ധന്മാർക്ക് സിദ്ധിയും അങ്ങ് പ്രദാനം ചെയ്യുന്നു. തത്വജ്ഞനും നിരുപമനും നിഷ്കളങ്കനും നിരഞ്ജനനും നിർഗുണനും നിശ്ചഞ്ചലനും നിർമ്മലനും നിരാധാരനും നിഷ്ക്രിയനും നിഷ്കാരണനും നിരഹങ്കാരനും നിത്യനുമായ അങ്ങ് സകല തത്വങ്ങൾക്കും ആധാരഭൂതനാണ്. സച്ചിത് ബ്രഹ്മാത്മകനായ സമസ്തേശ്വരനും മഹേശ്വരനും അച്യുതനും അടങ്ങിയ സർവദേവതാമയനാണ് അങ്ങ്. മൂഢബുദ്ധിയും അന്ധയുമായ ഞാൻ അങ്ങയുടെ തത്വം എങ്ങനെ അറിയും? അങ്ങേക്ക് എപ്പോഴും നമസ്കാരം. എവിടെയൊക്കെ വസിച്ചാലും അങ്ങയുടെ പാദകമലങ്ങളിൽ എനിക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാകണം. ഇതൊഴിച്ച് ഞാൻ മറ്റൊന്നും അപേക്ഷിക്കുന്നില്ല. പുരുഷാധ്യക്ഷ, അങ്ങേക്കു നമസ്കാരം. ഭക്തവത്സല, രാമ, ഋഷികേശ, നാരായണ, ഞാൻ എപ്പോഴും നമിക്കുന്നു. സകല കർമ്മങ്ങളും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു. സമസ്താപരാധങ്ങളും ക്ഷമിച്ചാലും ജഗൽപദേ. ജനനമരണ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന ലോകനാഥനും കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്നവനും 2 കൈകളിലും അമ്പും വില്ലും ഏന്തിയവനും കരുണാകരനും കാർമേഘം പോലെ ശോഭിക്കുന്നവനും ലക്ഷ്മീപതിയും കനകകുണ്ടലം അണിഞ്ഞ ഗണ്ഡസ്ഥലത്തോടു കൂടിയവനും താമര ഇതൾ പോലെ വിമലമായ മിഴിയുള്ളവനും ബ്രഹ്മാവിനാൽ നമസ്കരിക്കപ്പെട്ടവനുമായ അങ്ങയെ ഞാൻ മനസ്സിൽ സ്തുതിക്കുന്നു. ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന പുരുഷോത്തമനായ ശ്രീരാമനെ അഹല്യ ഭക്തിപൂർവ്വം സ്തുതിച്ചു. ബ്രഹ്മപുത്രിയായ അഹല്യ ഭഗവാന്റെ അനുഗ്രഹത്തോടെ പവിത്രയായി തൻ്റെ പതിയായ ഗൗതമൻ്റെ സമീപത്തെത്തി ദുഃഖമെല്ലാം ഒഴിഞ്ഞ് സുഖമായി വസിച്ചു. അഹല്യസ്തുതി ഭക്തിയോട് ജപിക്കുന്ന മനുഷ്യൻ എല്ലാ പാപങ്ങളും നശിച്ച് ശുദ്ധനായിത്തീർന്ന് ബ്രഹ്മാനന്ദം പ്രാപിക്കും. ഭക്തിയോടെ രാമനെ മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ സ്തുതി ജപിക്കുകയാണെങ്കിൽ ഇഹലോക ജീവിതത്തിൽ അവർക്ക് സകല സൗഖ്യങ്ങളും ഉണ്ടാകും. പുത്രന്മാർ വേണമെന്ന് ജപിച്ചാൽ നല്ല പുത്രന്മാരുണ്ടാവും. ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനലാഭമുണ്ടാകും. ഗുരുപത്നിയെ പ്രാപിച്ചവൻ, സ്വർണം മോഷ്ടിച്ചവൻ, മാതാപിതാക്കളെ വധിച്ചവൻ, ബ്രാഹ്മണവധം നടത്തിയവൻ, വഴിപിഴച്ച സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ടവൻ, മദ്യപാനി എന്നിവർ പോലും നിത്യവും മനസ്സിൽ രാമചന്ദ്രനെ ഭക്തിയോടെ ജപിച്ച് വണങ്ങുകയാണെങ്കിൽ മോക്ഷം ലഭിക്കും. സദാചാര നിഷ്ഠനാണെങ്കിൽ ഉടൻ തന്നെ മോക്ഷം ലഭിക്കുമെന്നതിൽ സന്ദേഹമില്ല. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഹരി ഓം.